പോടാ 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 പോവാൻ പോവാൻ മദ്യപിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. പോകാൻ ഇടയ്ക്ക് ഇറങ്ങി പോകാൻ. ആ പേടിയുണ്ട്. പോ 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 പോ. എടാ പോകാൻ പറഞ്ഞ പിന്നെ ഓ ഓ എടാ പോകാൻ. എവരിന്ന് മേടിക്കും. എടാ പോടാ. എടാ പോകാൻ. എടാ പോടാ 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 പോടാ. ഓഹോ എടാ പോടാ, ഞാൻ അങ്ങോട്ട് വന്ന് അടികൊണ്ട് എത്തു, നീ പോടാ. ഓ പേടിയാന്നാടാ വിചാരം. വണ്ടി നിർത്തിയില്ലല്ലോ. വണ്ടി നിർത്തിയതും കയറി പോവായിരുന്നു. നിർത്തിയിരുന്നെങ്കിൽ കയറി പോയെന്നെ. നിർത്തിയിരുന്നെങ്കിൽ കയറി പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ നിർത്തിയില്ലല്ലോ. അതെ നിർത്തിയില്ല. നിർത്തിയിരുന്നെങ്കിൽ കയറി പോയെന്നെ. നിർത്തിയിരുന്നെങ്കിൽ ഞാൻ കയറി പോകുമായിരുന്നല്ലോ. പക്ഷെ നിർത്തില്ല. നിർത്താത്തോണ്ടല്ലേ കയറി പോകട്ടെ. കൊമ്പത്താളാ. ചേട്ടന്മാരെന്തോ വായ ഗുളിയ വാങ്ങിക്കാൻ. എക്സ്ക്യൂസ് മീ, ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്തോ അത് വായു വിളിക്കാനോ? നിർത്തണ്ടേ വണ്ടി? നിർത്തിയിരുന്നേ ചോദിച്ചരാ. അതെ നിർത്തുമ്പോ ചോദിക്കാമല്ലോ. പക്ഷെ നിർത്തിയില്ലല്ലോ. ചേട്ടാ ഇവന്മാർ രാവിലെ വന്ന് കിടന്നുകൊണ്ട് എന്തോ കാണിക്കുന്നു. ചേട്ടാ ഇപ്പൊ നെഞ്ചത്തോടി കയറി ഇറങ്ങി പോയനാ വണ്ടി. അയ്യോ ദൈവമേ, ഇപ്പൊ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിനെ. പക്ഷെ അത് നിർത്തിയില്ലല്ലോ. അത് നിർത്തിയില്ലല്ലോ. നിർത്തിയിരുന്ന ഇയാൾ കയറി പോയനെ. ചേട്ടാ രാവിലെ ഇത് ഏരി അറിയാവൂ? ഇല്ല. നമ്മളെ കളിയാക്കുവോ അവൻ? ഞാൻ ബസ് കയറാൻ വേണ്ടി വന്നതാ. എന്നാ റോഡിന്റെ സെന്ററിലോട്ട് കയറിയില്ലേ, ബസ് കയറി ഇറങ്ങി പോട്ട്. അയ്യോ അതല്ല, ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയിലെ പാട്ട് പാടാൻ പോകുന്ന വയ്യ ഗായകനാ. നമ്മൾ കേട്ടില്ല. ഉഷ ഉടുപ്പ്. ചേട്ടാ ഉടുപ്പല്ല ഉതുപ്പ്. വലിയ ആളാ. ഗന്നോള. ഇന്ന് മോഹൻലാൽ വരുന്നുണ്ട് ഗസ്റ്റായിട്ട് ഗാനമേളയിലെ പാട്ട് പാടാൻ. മോനെ പോടാ പോടാ. അല്ല ഞാനും മോഹൻലാൽ ഒരുമിച്ചാ ഗാനമേളയിലെ പാട്ട് പാടുന്നത്. അല്ലെ ഞാനും മോഹൻലാലുമായിട്ടുള്ള ബന്ധം എനിക്കറിയോ? എന്താണ് ചേട്ടന് മോഹൻലാലായിട്ടുള്ള ബന്ധം? പറഞ്ഞില്ലേ നീ അടിക്കൂ? അല്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എടേ ഞാനും മോഹൻലാലുള്ള ബന്ധം എന്ന് പറഞ്ഞാ സത്യ പറഞ്ഞു കഴിഞ്ഞാ ചേട്ടൻ പറഞ്ഞു മോഹൻലാൽ പറഞ്ഞു. അതെ കറക്റ്റ്. അതാണ് നമ്മളെ ബന്ധം. എന്തോട്ടാ ഈ പറയുന്നത്? ചേട്ടന് മോഹൻലാലുള്ള ബന്ധം എന്താ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞേ. മോഹൻലാൽ പറഞ്ഞ അങ്ങനെ വ്യക്തമായിട്ട് പറ. സത്യ ചേട്ടൻ പറഞ്ഞു മോഹൻലാലിന്റെ വീട്ടില്. അതാണ് നമ്മളെ ബന്ധം. അറിയൂ? ചേട്ടാ ഇങ്ങനെ വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരും ചോദിക്കത്തില്ലേ? ചോദിച്ചാലും കൊടുക്കില്ല. പിന്നെ വേണേ വാങ്ങിച്ചടിക്കണം. അയ്യോ ചേട്ടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ മദ്യപിക്കുന്ന കാശുണ്ടല്ലോ ഹോർലിക്സോ ബൂസ്റ്റോ ചിക്കൻ ബിരിയാണിയോ വാങ്ങിച്ച് കഴിച്ചിരുന്നെങ്കിൽ ശരീരത്ത് പിടിക്കുമായിരുന്നല്ലോ. കറക്റ്റ്, ശരീരത്ത് പിടിക്കും. പക്ഷെ തലയ്ക്ക് പിടിക്കൂലല്ലോ. ചേട്ടാ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് റോഡിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ വല്ല പാമ്പും കൊത്തി ചാകത്തേ ഉള്ളൂ. എടാ ഫുൾ പാമ്പായിട്ട് കിടക്കുന്ന എന്നെ ഇനി വേറെ ഏത് പാമ്പടാ കൊത്തുന്നത്? അനാവശ്യം ശരിയില്ലേ? ഓക്കെ ചേട്ടാ ഇവിടെ താമസിക്കുന്ന എവിടെയാ? ഞാൻ സ്റ്റേറ്റ്സ്. അമേരിക്കൻ സ്റ്റേറ്റ്സ്. തമിഴ്നാട് സ്റ്റേറ്റ്സ് ഇല്ലേടേ. ഇതെന്ത് പറ്റി തലയിലൊരു മുഖ കാണുന്നല്ലോ? ഇന്നിപ്പോ നമ്മളെ കരളിൽ തന്നെ പരിപാടിയില്ലേ? അതെ പരിപാടി നടക്കുക. അപ്പൊ പുറത്ത് കുറച്ച് ആനകളെ കൊണ്ടിരുത്തിയിരുന്നു. അപ്പൊ ഞാൻ ആനപ്പുറത്ത് കയറി വന്നപ്പോ ആർച്ചിൽ തലയിടിച്ച് മുറിച്ചു. അയ്യോ അപ്പൊ ചേട്ടന് കുനിഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ കരുതി ആന കുനിയായിരിക്കും. നമ്മളെന്തിനാ വല്ലവരുടെ മുമ്പ് പോയി വെറുതെ കുനിയുന്നേ? അതിന്റെ ആവശ്യമില്ല. കാര്യം ചേട്ടാ ഈ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ രണ്ടുതരം ബ്രാൻഡ് അടിക്കും. അതേതൊക്കെയാണ്? ഏറ്റവും കൂടിയ സാധനം ബില്ലാതെ. ചേട്ടാ ഈ ബില്ലാതെ അടിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? ബില്ലാതെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ ഇടിച്ചു കയറും, കൊള്ളാടിയും മാച്ചുകൊണ്ട് തിരിച്ചു വരും. ഓ അതാണ് ബില്ലാതെ. രണ്ടാമത്തെ പ്രോഡക്റ്റോ? കൂടിയ സാധനമാണ് ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി. ചേട്ടാ മുഖ്യമന്ത്രി അടിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? മുഖ്യമന്ത്രി അടിച്ചിട്ട് നമ്മൾ രണ്ടടി മുന്നോട്ട് കിടക്കുമ്പോ പുറകെ നിർത്തം വന്ന് തലമണ്ട അടിച്ച് കീറിയാലും പ്രതികരണ ശേഷിയില്ല. ഓ മൗനായിപ്പോ. മനസ്സിലായി. ചേട്ടാ ഇതെന്തോ ചേട്ടാ ഇത്? ഈ വള്ളിനിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് റോഡിൽ വന്ന് നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ പോകുന്ന സ്ഥലമല്ലേ? വള്ളിക്കറിന്
വള്ളിക്കറി. പാവപ്പെട്ടന്മാരിടുമ്പോ ഇത് വള്ളിക്കറി, അതിനെ പോലുള്ള കൂടിയന്മാരിടുമ്പോ ബർമൂഡ. അത് തമാശക്ക് പറഞ്ഞതാ ചേട്ടാ. ഞാൻ ഗാനമേളയിൽ നന്നായിട്ട് പാട്ട് പാടും. എടേ, ഞാൻ ഒരു പാട്ട് പാടും. ഏത് പാട്ടാണെന്ന് നീ പറഞ്ഞ നിനക്ക് സുന്ദരായിട്ട് ഇറങ്ങി പോവാ. ആ ചേട്ടൻ പാടിക്കോ, ഞാൻ പറയാം ഏത് പാട്ടാണെന്ന്. പറഞ്ഞല്ലോ. ആ ചേട്ടൻ ധൈര്യമായിട്ട് പാടിക്കോ, ഞാൻ പറയും ഏത് പാട്ടെന്ന്. കാട്ടൂറിനെ പോടി സ്വപ്നന്റെ മൈടുപ്പില്ലേ. എന്തോ ചേട്ടാ? അല്ല മനസ്സിലായില്ല, വ്യക്തമായില്ല, ഒന്നുകൂടി പാടിയേ. കാട്ടൂറിനെ പോടി സ്വപ്നന്റെ മൈടുപ്പില്ലേ. ഓ, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും വേണ്ട, പണ്ടത്തെ പഴയ പാട്ട്. അപ്പൊ നിനക്കറിയാം നീ സത്യ കൊച്ചാക്കിയതാണല്ലേ. അപ്പൊ നിന്റെ മുമ്പ് ഞാൻ വളരെ കൊച്ചായി. ചേട്ടാ ഇതാണ് അർത്ഥമുള്ള പാട്ട്. ചേട്ടന് വേണ്ടി ഞാൻ ഒരു അർത്ഥമുള്ളൊരു പാട്ട് പാടി കേൾപ്പിച്ചു തരാം. ഒരർത്ഥമുള്ള ഒരു പാട്ട് പാടി. ആ കേട്ടോ ചേട്ടൻ. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. നിർത്തടാ, ഇല്ല ഇവിടെ അർത്ഥം ഇല്ല, അർത്ഥമുള്ള പാട്ടാണ് ചേട്ടാ. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. ഇവിടെ അർത്ഥം ഇല്ല, അർത്ഥമുള്ള പാട്ടാണ്. നീ കണ്ടോ? കണ്ടു. പിന്നെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അല്ല, പിന്നെ അത് സല്ലൻ നീ കേട്ടോ? കേട്ടു. പിന്നെ എന്തിനാ കേട്ടില്ല എന്ന് പറഞ്ഞു? അല്ല പിന്നെ അതിപ്പോ എങ്ങനെ പാടുക അത്? എടാ, അത് അർത്ഥവത്തായിട്ട് ശശി പാടിത്തരും. ആ ചേട്ടൻ പാടിയേ. കണ്ടു കണ്ടു കണ്ടു, കേട്ടു കേട്ടു കേട്ടു. എടാ, കണ്ടാലും കണ്ടില്ല എന്ന് കള്ളത്തരം പറയുന്നതിന്റെ കാര്യം എന്തുവാ? അല്ല ചേട്ടൻ ഈ മദ്യപിച്ച് വെക്കുന്ന ആൾക്കല്ല ചേട്ടൻ വേറെ ഒരു പണിയും അറിയത്തില്ലേ? എടാ, അന്റെ സൈറ്റ് ഇനി ഒരു പണി അറിയാം. എന്താ അറിയാം? മാജിക്. അയ്യോ, മാജിഷ്യനാ ചേട്ടൻ. പിന്നെ ദൈവമേ, ഒരു മാജിക്കാരനെ കണ്ടില്ല, വളരെ സന്തോഷമുണ്ട് കേട്ടോ. ചേട്ടാ എനിക്ക് വേണ്ടി ഒരു ചെറിയൊരു മാജിക് കാണിച്ചു തരൂ. നമ്മളെ കളിയാക്കുവോ അവൻ? ഒരു ചെറിയ മാജിക്. അതിപ്പോ എന്റെ സാധനമൊന്നും. ആ ഇത് വെച്ചൊരു മാജിക് കാണിച്ചെന്നാ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ടവൽ. മലയാളത്തിൽ പറയടാ. തുണി തുണി. ആ, പീറ തുണി. ആ, സസ്തി ഉപയോഗിക്കുമ്പോ കർച്ചീഫ്, നീ ഉപയോഗിക്കുമ്പോ പീറ തുണി. ഓക്കെ ഓക്കെ. അപ്പൊ മാജിക്കിലേക്ക് കിടക്കുകയാണ്. സംശയമില്ല. എന്താണ് സംശയമില്ല? കർച്ചീഫ്. കർച്ചീഫ് മാജിക്കിലേക്ക് കിടക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തായി? കർച്ചീഫായി. താങ്ക് യു താങ്ക് യു. ഇതാണോ മാജിക്? അല്ല, വലിയ പോനെ വിളിച്ചിട്ട് എനിക്ക് ഞാൻ കാണിച്ചു തരാം. എന്നു പറഞ്ഞ ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് ഗാനമേള തുടങ്ങാൻ സമയമായി. എടാ, എന്നെ നീ തലവേന ഉണ്ടാക്കുവോ? ഗാനമേള നടക്കാൻ സമയമായി. ആ ഗാനമേളൊക്കെ സമയമായി. അതിപ്പോ നീ ഇപ്പൊ എങ്ങനെയാ ഗാനമേളക്ക് പോകുന്നത്? ചേട്ടാ ഞാൻ നടന്നു പോവാ. നീ നടക്കണ്ട. പിന്നെ നിനക്ക് സച്ചി സ്കൂട്ടർ ഏതാ? സ്കൂട്ടർ? എവിടെ സ്കൂട്ടർ? അതായിരിക്കുന്നു. കാണാനില്ലല്ലോ. കാലെടുത്ത് വീശാ. അതായിരിക്കുന്നു. സങ്കല്പോ? അല്ല, ഒറിജിനൽ ഉണ്ടരാ. ഇതിലെങ്ങനെയാ കേറുന്നത്? നമ്മുടെ തകളി വീശി വിഷ. എന്റെ പൊന്നേട്ടാ, എനിക്ക് അറബി അറിയത്തില്ല. ഓ, സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ വ്യക്തമായിട്ട് പറയണ്ട്. വണ്ടി ഏറിനാട്. ആര്? ഏറിയടി. ഓ, ഗീറിടാൻ. എന്താടാ പൊക്കിയിട്ട്? ഗിയർ. ഇതാര വണ്ടി? ചേട്ടന്റെ വണ്ടി. താത്തറ തറയെടുത്ത് അടിച്ച. എടേ, ഈ വണ്ടി സത്യക്ക് ഉപുണ്ട്. എന്തോ ഏട്ടാ? എടേ, എനിക്ക് ഇത് ഉപുണ്ട്. എന്റെ പൊന്നേട്ടാ, ഞാൻ കൊങ്ങിണി ഭാഷ പഠിച്ച് വരുന്നുള്ളൂ, തീർന്നില്ല. എടേ, ഈ വണ്ടി സത്യക്ക് ഉപുണ്ട്. ഓ, ഉപയോഗിക്കണോ? ഉപയോഗിക്കണ്ടേന്ന്? ഉപയോഗിക്കണം. അപ്പൊ നിരപ്പാട് ഹോണടി. എവിടെ ഹോണടി? ഓ, ഹോൺ അടിക്കാൻ. എന്തുവാടാ എലി വിളിക്കുന്നു? ആര്? നമ്മുടെ രീതിക്ക് അടിയടാ. അതുപോലെ അടിയടാ. പേടിയാക്കുന്നാടാ. അല്ല, ഹോൺ. പെട്രോൾ ഇല്ലാത്ത വണ്ടി നീ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തേ? അല്ലാതെ എടാ, അതിനകത്ത് പെട്രോൾ ഉണ്ടോ? പെട്രോൾ ഉണ്ട്. ഇല്ല, ഉണ്ട്. ഇല്ല. എന്നെ കൂടെ തലവേദന പിടിപ്പിക്കൂടാ. എന്നെ നീ തലവേദനക്കാരനാക്കൂ. എന്തോ ചേട്ടൻ തലവേദനയുണ്ടോ? എനിക്കുണ്ട്. ചേട്ടൻ തലവേദന വരാതിരിക്കും ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താണ്? മരുന്നുണ്ടോ? ആ ഐഡിയ എന്ന് വെച്ചാൽ എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു ഐഡിയ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു വിക്സിങ് മേടിക്കും. വിക്സ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ച് കട്ടിലിൽ നീണ്ട് നിവർന്ന് അങ്ങ് കിടക്കും.
അപ്പൊ എന്റെ ഭാര്യ വന്ന് മെല്ലെ ഈ വിക്സിന്റെ അടപ്പ് ഇങ്ങനെ തുറന്ന് അതിൽ നിന്ന് കുറച്ച് വിക്സ് എടുത്ത് മെല്ലെ എന്റെ തലയിൽ ഇങ്ങനെ തടവി തരും. 1 മണിക്കൂർ കഴിയുമ്പോ എന്റെ തലവേന പമ്പ അടക്കും. ശബരിമലയിൽ ഏട്ടാ എന്റെ തലവേന മാറിക്കിട്ടും. അപ്പൊ മനസ്സിലായി. പെണ്ണി തലവനുണ്ട്. ഞാൻ അടുത്ത കടയിൽ നിന്ന് ഒരു വിക്സ് വാങ്ങിക്കണം. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ കുളിച്ച് കട്ടിലിൽ കിടക്കണം. വിടൂ? ആരെ? നേരത്തെ പറഞ്ഞ കക്ഷി ഇങ്ങോട്ട് വിടുവോ? ഏത് കക്ഷിയെ? നിന്റെ ഭാര്യ ഇങ്ങോട്ട് വിട്ടേ നീ തല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. Atlas Jewelry, Suryataram, Suraj, brought to you by